ഇന്നൊരു ഫിഷ് മസാല റെസിപ്പി ആയാലോ. അതിന് നന്നായി കഴുകി വൃത്തിയാക്കിയ കുറച്ച് ചൂരമീനാണ്. അതിലേക്ക് നമ്മൾ വറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത് മൂന്നും തേച്ച് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാവേ. കുറച്ച് അധികം മീനുള്ളത് കൊണ്ട് ഞാൻ 2 തവണയായിട്ടാണ് ഇത് വറുത്തെടുത്തത്. അപ്പം ഒരുപാട് ഇതങ്ങ് മുരിച്ചെടുക്കണ്ട, ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ആ മസാല അതിലൊന്ന് പിടിക്കണം, മീൻ ജസ്റ്റ് ഒന്ന് വേവുകയും ചെയ്യണം. അതിനുശേഷം നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടത് നമുക്ക് തക്കാളിയും സവാളയും പിന്നെ ഒരു 2 അല്ലി പച്ചമുളകുമാണ് വേണ്ടത്. അത് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സാക്കി നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണേ. അത്യാവശ്യം നല്ലതുപോലെ ഇത് വഴന്നു വന്നു കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, കുരുമുളക് പൊടിയും, പിന്നെ കുറച്ച് ഗരം മസാലയും, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. വഴന്ന് വരുമ്പോഴത്തേക്ക് ലേശം വെള്ളം ഒഴിച്ച് അത് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതുകൂടി വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഈ മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ഗ്രേവിയിലോട്ടിട്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫിഷ് മസാല. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചൂരമീനിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചൂരമീനിൽ തന്നെ ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോഴേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു മോരുകറിയാണ് ഇതിൻ്റെ കൂടെ റെഡിയാക്കിയേക്കുന്നത്. അതൊരു തിക്കായിട്ടുള്ള ഒരു മോരുകറി കേട്ടോ, ഒത്തിരി വെള്ളമൊന്നും ചേർക്കാത്ത ഒരു കറിയാണ്. കുറച്ചധികം ഉള്ളിയിട്ട്, മുളക് പൊടിയിട്ട്, പിന്നെ ഈ തൈര് കൂടി, നല്ല പുളിയുള്ള തൈരാണ്, അതും കൂടി ഒഴിച്ചിട്ടാണ് ഈ ഒരു മോരുകറി ഉണ്ടാക്കുന്നത്. അതിനുശേഷം ചോറ് വിളമ്പി, പിന്നെ നമ്മുടെ മസാല ഫിഷ് മസാലയും കൂടി വിളമ്പി, നമ്മുടെ ആ മോരുകറിയും കൂടി ഒഴിച്ചിട്ട് ആ മീനിൽ നിന്നൊരു പീസും കുറച്ച് മസാലയും കൂടി എടുത്ത് ചോറിലോട്ട് ഇളക്കിയിട്ട് അങ്ങനെ കഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ആക്കണേ.